നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം തൃതീയ സ്കന്ധം 7-ാമത്തെ അധ്യായം വിദുര പ്രശ്നം. ഭഗവാന്റെ മായാസ്വരൂപ വർണ്ണനം. ശ്രീശുക ഉവാച ഏവം ബ്രുവാണം മൈത്രേയം ദ്വൈപായന സുതോബുധ പ്രീണയന്നിവ ഭാരത്യ വിദുര പ്രത്യഭാഷത. ശ്രീ ശുഗർ പറഞ്ഞു, മായാഗുണങ്ങളെ കൊണ്ട് ലീലയായിട്ട് ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നടത്തുന്നു എന്ന് പറഞ്ഞ മൈത്രേയ മഹർഷിയെ സന്തോഷിപ്പിക്കാനായി വ്യാസപുത്രനും വിദ്വാനുമായ വിദുരൻ ഇപ്രകാരം പറഞ്ഞു. വിദുര ഉവാച ബ്രഹ്മൻ ഗതം ഭഗവതശ്ചിന്മാത്രസ്യ വികാരിണ ലീലയാ ച വിയുജ്യേരൻ നിർഗുണസ്യ ഗുണാക്രിയ. വിദുരൻ പറഞ്ഞു, ചിന്മാത്രനും ഗുണാതീതനും വികാരരഹിതനുമായ ഭഗവാന് ഗുണകാര്യങ്ങളുടെ കർമ്മങ്ങളും പലതരം ജന്മങ്ങളും ലീലയായിട്ടാണെങ്കിലും എങ്ങനെ യോജിക്കും? ഗുണാതീതന് ഗുണകർമ്മങ്ങൾ ഉണ്ടെന്നും ജന്മരഹിതൻ പലതരം ജന്മമെടുത്തുവെന്നും പറഞ്ഞതും പരസ്പരം യോജിക്കുന്നില്ല. ഈ സംശയം തീർത്തു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ക്രീഡായാമുദ്യമോർഭസ്യ കാമശ്ചിക്രീഡിഷാന്യത സ്വതസ്തൃപ്തസ്യ ജഗതം നൂർത്തസ്യ തഥാനൃത. ലീലയാ സൃഷ്ടിയാദി വ്യാപാരം നടത്തുന്നുവെന്ന് പറഞ്ഞതും ചേരുന്നില്ല. കാരണം ക്രീഡയിൽ താല്പര്യമുള്ള ബാലന് അത് അന്യരിൽ നിന്ന് കിട്ടുന്നതോ സ്വതേ തന്നെ ഉള്ളതോ ആയ കാമത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. സ്വരൂപാനന്ദത്തിൽ നിത്യതൃപ്തനും അന്യത്തിൽ നിന്നെല്ലാം വിമുക്തനുമായ ഭഗവാന് ലീലാമോഹം എങ്ങനെയുണ്ടാകും? അസ്രാക്ഷി ഭഗവാൻ വിശ്വം ഗുണമയ്യാത്മമായ തയാ സംസ്ഥാപയത്യേതദ് ഭൂയ പ്രത്യഭിദാസ്യതി. ഈശ്വരൻ ഗുണമയ്യായ തൻ്റെ മായാശക്തിയെ കൊണ്ട് കാണപ്പെടുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചു മായ കൊണ്ട് തന്നെ രക്ഷിക്കുന്നു. അതേ മായാശക്തിയെ കൊണ്ട് തന്നെ ഉണ്ടായതിനെയൊക്കെ തന്നിൽ ലയിപ്പിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. ദേശതക്കാലതോയോസാവസ്ഥാദാസുദൂന്യത അവിലുപ്താവബോധാത്മാ സയുജ്യേത ചയാഗതം. ദേശം, കാലം, അവസ്ഥ ഇവ നിമിത്തമോ തന്നെത്താൻ നിമിത്തമോ അന്യസംബന്ധം കൊണ്ടോ നശിക്കാത്തതായ ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് ഈ ഭഗവാൻ. ആ ഭഗവാൻ മായയോട് യോജിക്കുന്നത് എങ്ങനെ? ഭഗവാനേകയേവൈശാസ സർവക്ഷേത്രേഷു അവസ്ഥിത അമുഷ്യ ദുർഭഗത്വം വാ ക്ലേശോ വാ കർമ്മഭിക്ഷുത. ഏകനായിരിക്കുന്ന ഈ ഭഗവാൻ തന്നെയല്ലേ സ്വരൂപാനന്ദമായിട്ട് എല്ലാ ശരീരങ്ങളിലും ജീവരൂപേണ വിളങ്ങുന്നത്? അപ്പോൾ ഭാഗ്യദോഷമോ കർമ്മങ്ങൾ കൊണ്ട് ക്ലേശമോ ജീവനുണ്ടാകുന്നത് എങ്ങനെയാണ്? ഏതസ്മിൻ മേ മനോവിദ്വൻ ദിവ്യതേ ജ്ഞാനസങ്കടേ തന്നപ്പരാണുത വിഭോ കസ്മലം മാനസം മഹത്. ഹേ വിദ്വൻ, ഈശ്വരൻ്റെ യഥാർത്ഥ നില അറിയാത്ത അജ്ഞാനം കൊണ്ടുള്ള സങ്കടത്താൽ എൻ്റെ മനസ്സ് വളരെ ഖേദിക്കുന്നു. ഹേ വിഭോ, എൻ്റെയും ഞങ്ങളെപ്പോലുള്ളവരുടെയും മനസ്സിലെ വലുതായ മാലിന്യത്തെ നിന്ദ്രവടി നശിപ്പിച്ചാലും. ശ്രീശുഗൗവാച സയിത്തം ജ്യോതിദക്ഷത്ര തത്വജിജ്ഞാസുന മുനി പ്രത്യാഹ ഭഗവച്ചിത്ത സ്മയന്നിവഗതസ്മയ. ശ്രീ ശുഗർ അരുളി ചെയ്തു, തത്വമറിയാൻ ആഗ്രഹിക്കുന്ന വിദുരർ ഇപ്രകാരം ചോദിച്ചപ്പോൾ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചിരിക്കുന്ന മൈത്രേയ മഹർഷിക്ക് ആശ്ചര്യം തോന്നിയില്ല. അദ്ദേഹം ശോഭിക്കുന്ന മന്ദഹാസത്തോടുകൂടി മറുപടി പറഞ്ഞു. മൈത്രേയ ഉവാച സേയം ഭഗവതോ മായ എന്നയേന വിരുദ്ധ്യതേ ഈശ്വരസ്യ വിമുക്തസ്യ കാർപ്പണ്യമുദബന്ധനം. മൈത്രേയർ പറഞ്ഞു, നിത്യമുക്തനായ ഈശ്വരന് ദൈന്യവും വിമുക്തന് ബന്ധനവും എന്നുള്ളത് തർക്കയുക്തിക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛാശക്തിയായ മായയാകുന്നു. അതായത് സർവത്തിൽ നിന്നും സദാ മുക്തനായിരിക്കുന്ന ഭഗവാന് സ്വരൂപാനന്ദ ഭ്രംശം മൂലം ദൈന്യവും സർവതന്ത്ര സ്വതന്ത്രനായ ജീവന് ബന്ധനവും സംഭവിക്കുക എന്നത് പരസ്പര വിരുദ്ധമാണ്. എന്നാൽ വിരുദ്ധ ശക്തികളുടെ അന്യോന്യ ചേർച്ചയാണ് മായയുടെ സ്വരൂപം. ഇതിനെല്ലാം കാരണം ഈശ്വരേച്ഛയാണ്. യോജിക്കാൻ വിരോധമാണെന്ന് ബുദ്ധിക്ക് തോന്നുന്നതിനെ യോജിപ്പിക്കുന്നത് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് മാത്രമാണ് എന്ന് സാരം. യഥർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിഭജ്യ പ്രതീയതോപദ്രഷ്ടു സശിരച്ഛേദനാധിക. പരമാർത്ഥത്തിൽ ആനന്ദസ്വരൂപനായ ജീവാത്മാവിനും ദുഃഖമോ ജന്മമോ മരണമോ ഇല്ല. ഉണ്ടെന്ന് തോന്നുന്നത് മിഥ്യാവസ്തുവിനെ സത്യവസ്തുവാണെന്ന് ഭ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്.
സ്വപ്നത്തിൽ പുരുഷൻ തൻ്റെ ശിരസ് മുറിഞ്ഞു പോകുന്നതായി കാണുന്നു. ഉണരുമ്പോൾ അത് യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കുന്നത് പോലെ ജീവന്റെ ദുഃഖവും ജനനമരണാദികളും ദേഹേന്ദ്രിയങ്ങളോടും അന്ധകരണത്തോടുമുള്ള താതാത്മ്യം കൊണ്ടുണ്ടാകുന്ന ഭ്രമം മാത്രമാണ് എന്ന് സാരം. യഥാ ജലേ ചന്ദ്രമസ കമ്പാതിസ്തൃതോ ഗുണ ദൃശ്യതേ അസന്നഭി ദ്രഷ്ടും ആത്മനോനാത്മനാ ഗുണ. ആകാശത്തിലിരിക്കുന്ന ചന്ദ്രൻ ജലാശയത്തിൽ പ്രതിഫലിക്കുമ്പോൾ ജലത്തിലെ ചലനാദികളിൽ ചന്ദ്രനുമുണ്ടെന്ന് തോന്നുന്നു. ജലചന്ദ്രനിൽ കാണുന്ന ചലനങ്ങളൊന്നും ആകാശചന്ദ്രനിൽ കാണപ്പെടുന്നില്ല. അതുപോലെ ദേഹാദികൾക്കുള്ള സുഖദുഃഖങ്ങളൊന്നും ജീവന് യഥാർത്ഥത്തിലില്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നു. അസംഗനായ ഈശ്വരനും അത്തരത്തിലുള്ള ധർമ്മങ്ങളുമില്ല, ദേഹാഭിമാന നിമിത്തമാണ് ഉണ്ടെന്ന് തോന്നുന്നത് എന്ന് സാരം. സവേ നിവൃത്തിധർമ്മേണ വാസുദേവാനുകമ്പയ ഭഗവത് ഭക്തി യോഗേന തിരോധത്തൈസനേരിഹ. അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായിട്ട് സമർപ്പിക്കുന്ന നിവൃത്തി മാർഗം കൊണ്ട് ചിത്തത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ ശ്രീ വാസുദേവന്റെ കടാക്ഷം ഈ ജീവന് ലഭിക്കും. അപ്പോൾ ഭഗവത് ഭക്തി യോഗം സ്വീകരിച്ച് ദേഹേന്ദ്രിയാദികളിൽ ആത്മാവിനെ ദർശിക്കുന്ന അധ്യാസം നശിച്ച് മെല്ലെ മെല്ലെ സംസാരം ഇല്ലാതാകും. യഥേന്ദ്രിയോ പരാമോദാദഷ്ടാത്മനി പരേ ഹരോ വിലീയന്തേ തഥാ ക്ലേശ സംസുപ്തസ്യേവ കൃഷ്ണശ. ദേഹധർമ്മങ്ങളെ സ്വധർമ്മങ്ങൾ എന്ന് അഭിമാനിക്കുന്ന ജീവൻ ഇന്ദ്രിയങ്ങളുടെ സകല വ്യാപാരങ്ങളെയും സർവക്ലേശങ്ങളെയും സംഹരിക്കുന്ന പരമാത്മാവായ ശ്രീഹരിയിൽ എപ്പോൾ അടങ്ങുന്നുവോ അപ്പോൾ സകല ദുഃഖങ്ങളും ശമിക്കുന്നു. സുഷുപ്തിയിൽ കിടക്കുന്ന ഒരുവൻ ബാഹ്യാവസ്ഥകളൊന്നും അറിയാതിരിക്കുന്നത് പോലെ ഭക്തിയിൽ മുഴുകിയവന് അവിദ്യ നിമിത്തമുള്ള സങ്കടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പരമഭക്തിയുടെ ലക്ഷണവും ഇതുതന്നെയാണ്. അശേഷ സംക്ലേശമം വിദത്തേ ഗുണാനുവാദ ശ്രവണം മുരാരേ കുത പുനസ്തരണാരവിന്ദ പരാഗസേവാരതിരാത്മലബ്ധ. മുരാരിയായ ഭഗവാന്റെ ഗുണഗണങ്ങളെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സകല ക്ലേശങ്ങളും നശിക്കും. ആ ഭഗവാന്റെ ചരണാംബുജത്തിൽ നിന്ന് ഒഴുകുന്ന മകരന്തത്തിൻ്റെ അനുഭവം ആത്മാവിന് സിദ്ധിച്ചുവെങ്കിൽ പിന്നെ ക്ലേശങ്ങളില്ല എന്ന് പറയണമോ? വിദുരൗവാച സംഛിന്ന സംശയോ മഹ്യം തവ സൂക്താസിന വിഭോ ഉഭയത്രാപി ഭഗവൻ മനോമേ സംപ്രദാവതി. വിദുരർ പറഞ്ഞു, ഹേ വിഭോ, അങ്ങയുടെ മാധുര്യം നിറഞ്ഞ വാക്കുകളാകുന്ന വാളിനാൽ എൻ്റെ സംശയം വേരോടെ മുറിക്കപ്പെട്ടു. ഭഗവൻ ഈശ്വരൻ സ്വതന്ത്രനും ജീവൻ പരതന്ത്രനും ആയത് എങ്ങനെയെന്നുള്ള രണ്ടിനും മനസ്സ് സുഖമായി പ്രവർത്തിക്കുന്നു. രണ്ട് കാര്യങ്ങളിലുമുള്ള സംശയം തീർന്നുവെന്ന് താല്പര്യം. സാധേതവ്യാഹൃതം വിദ്വന്നാത്മമായായനം ഹരേഹേ ആഭാത്യപാർത്ഥം നിർമൂലം വിശ്വമൂലം നയദ്ബഹേ. ഹേ വിദ്വൻ, ഹരിയുടെ ആത്മാവിൻ്റെ മായാവിമോഹനം ഈ വിശ്വത്തിൻ്റെ ആദികാരണമെന്നും അതായത് ഭഗവാന്റെ അംശമായിരുന്നുവെങ്കിലും ജീവന് ദേഹാദിബന്ധവും അവിദ്യയും ഭഗവാന്റെ മായ മൂലം തോന്നുന്നതാണ് എന്നും വ്യക്തമായി. ദേഹാദി കർമ്മങ്ങളിൽ നിന്നുണ്ടായ സുഖദുഃഖങ്ങൾ ജീവന്റെ ധർമ്മം എന്ന പോലെ പരമാർത്ഥ കാരണം വിളങ്ങുന്നു. ഇതൊക്കെ അങ്ങ് വ്യക്തമാക്കി. യശ്ച മൂഢതമോ ലോകേ യശ്ച ബുദ്ധി പരം ഗത താവുപോ സുഖമേതേ കൃഷ്യത്യന്തരിതോ ജന. ലോകത്തിൽ വിഷയങ്ങൾ ലഭിച്ചു കഴിയുന്ന മൂഢനും ബുദ്ധിയിൽ പരമപുരുഷനെ പ്രാപിച്ചിരിക്കുന്ന ജ്ഞാനിയും സുഖമായിട്ട് കഴിയുന്നു. ഇത് രണ്ടുമല്ലാതെ മധ്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജനം ക്ലേശം അനുഭവിക്കുന്നു. അവിദ്യ കൊണ്ട് മൂഢനായിരിക്കുന്നവനും പരമജ്ഞാനിക്കും സംശയങ്ങളൊന്നുമില്ല, അതിനാൽ പിന്നെ ക്ലേശങ്ങളുമില്ല. രണ്ടുമല്ലാത്ത അല്പജ്ഞന്മാർ സംശയക്ലേശം അനുഭവിക്കുന്നു. അജ്ഞന്മാർക്ക് ആത്മാനന്ദത്തെപ്പറ്റി അറിയാത്തതിനാൽ ദുഃഖമില്ല, ജ്ഞാനി അറിഞ്ഞതുകൊണ്ടും ദുഃഖിക്കുന്നില്ല. ആത്മജ്ഞന്മാരാകട്ടെ പ്രപഞ്ചത്തെ ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടും ആത്മാനന്ദം അനുഭവിക്കാത്തതുകൊണ്ടും ദുഃഖിക്കേണ്ടി വരുന്നു എന്ന് സാരം. അർത്ഥാഭാവം വിനിശ്ചിത്യ പ്രതീതസ്യ ബിനാത്മന താം ചാബേയുഷ്മച്ചരണ സേവയാഹം പരാണുദേ. ആത്മാവല്ലാതെയുള്ള ദേഹാദികളോട് ആത്മാവിന് സംബന്ധമുണ്ട് എന്ന് തോന്നിയിരുന്നുവെങ്കിലും ആത്മാവല്ലാത്തതിൻ്റെ അർത്ഥമില്ലായ്മയെ വിശേഷേണ നിശ്ചയിച്ചിട്ട് ഞാൻ ഇരിക്കുന്നു. നിദ്രയോടിയുടെ പാദകമനങ്ങളെ സേവിച്ചുകൊണ്ട് ആ പ്രതീതിയെയും ഞാൻ തള്ളിക്കളഞ്ഞുകൊള്ളാം. യൽസേവയാ ഭഗവത കൂടസ്ഥസ്യ മധുദ്ദിശ രതിരാസോ ഭവേ തീവ്ര പാദയോർവസനാർദ്ധന. ഗുരുഭൂതന്മാരായ നിങ്ങളെ സേവിക്കുന്നത് കൊണ്ട് മധു എന്ന അസുരനെ സംഹരിച്ചവനും കൂടസ്ഥ ബ്രഹ്മവുമായ ഭഗവാന്റെ പാദങ്ങളിൽ വ്യസനങ്ങളെ നശിപ്പിക്കുന്ന പരമപ്രേമം ജനിക്കും.
ബഹുദുഃഖങ്ങളെ നശിപ്പിച്ച് പരമാത്മാവിൽ നിരന്തര പ്രേമം ഉണ്ടാക്കാൻ ആ ഭക്തിക്ക് കഴിയും. ദുരാപാ ഹെൽപതപസ്സേവാ വൈകുണ്ഠവത്മസു യത്രോപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദന. വൈകുണ്ഠപ്രാപ്തിക്ക് മാർഗദർശനം നൽകുന്ന അങ്ങയെപ്പോലുള്ള മഹാന്മാരുടെ സേവ അല്പമായ തപസ്സുള്ളവർക്ക് കിട്ടാൻ പ്രയാസമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. അവരുടെ സന്നിധിയിൽ ഇരുന്നാൽ തന്നെ ശ്രീഹരിയെക്കുറിച്ച് അവർ ചെയ്യുന്ന കീർത്തനാദികൾ ക്ഷമിക്കുന്നത് കൊണ്ട് ഹരിഭക്തി ഉണ്ടാകും. അങ്ങനെ അവിദ്യ അകന്ന് ആനന്ദം അനുഭവിക്കാം. സുഷ്ടാഗ്രേ മഹദാദീനി സവികാരാണ്യനുക്രമാത് തേഭ്യോ വിരാജമുദ്രത്യ തമനു പ്രാവിശദ് വിഭുഹോ. ആദിയിൽ സർവവ്യാപിയായ ഭഗവാൻ ഇന്ദ്രിയാദി വ്യാപാരങ്ങളോടുകൂടിയ മഹദാദി തത്വങ്ങളെ ക്രമപ്രകാരം സൃഷ്ടിച്ചു. ആ തത്വങ്ങളുടെ സമ്മേളനത്തിൽ നിന്ന് വിരാട്ടിനെ ഉത്ഭവിപ്പിച്ചു. അതിൽ ഭഗവാൻ അനുപ്രവേശിച്ചു. യമാഹുരാദ്യം പുരുഷം സഹസ്രാംഗുരുബാഹുകം എത്ര വിശ്വൈമേ ലോക സവികാശം സമാസതേ. വിരാട്ടിൽ അനുപ്രവേശിച്ച ഭഗവാന്റെ സ്വരൂപത്തെ 1000 കൈകളും തുടകളും കാലുകളുമുള്ള ആദ്യാവതാരമെന്ന് ശ്രുതികൾ പറയുന്നു. ആ വിരാട് പുരുഷനിൽ ചരാചരങ്ങൾ അടങ്ങിയ ഈ 14 ലോകങ്ങളും തിക്കും തിരക്കുമില്ലാതെ സുഖമായി വസിക്കുന്നുവെന്നും ശ്രുതി ബോധിപ്പിക്കുന്നു. സമഷ്ടി ലോകമാണ് വിരാട് പുരുഷന്റെ ശരീരം എന്ന് മനസ്സിലാക്കാം. യസ്മിൻ ദശവിധ പ്രാണാസേന്ദ്രിയാർത്ഥേന്ദ്രിയസ്ത്രിവൃദ് ത്വയേരിതോ യഥോ വർണ്ണാസ്തദ്വിഭൂതിർവദസ്സനഃ. യാതൊരു വിരാട് പുരുഷനിൽ 10 വിധമായ പ്രാണനും 10 ഇന്ദ്രിയങ്ങളും അവയ്ക്ക് ശബ്ദാദി വിഷയങ്ങളും അടങ്ങിയ ത്രിഗുണാത്മികയായ സകലവും വസിക്കുന്നുവെന്നും ബ്രാഹ്മണാദി വർണ്ണങ്ങൾ അവനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്നും പറഞ്ഞുവല്ലോ. ആ വിരാട് പുരുഷന്റെ വിഭൂതികളെക്കുറിച്ച് ഞങ്ങളോട് വിസ്തരിച്ച് പറയണം. മഹദാദി തത്വങ്ങളുടെ ഉൽപ്പത്തി, അവയുടെ സമ്മേളനം, അതിൽ നിന്ന് വിരാട് പുരുഷന്റെ ഉത്ഭവം, അതിൽ ഭഗവാന്റെ അനുപ്രവേശം, അപ്പോഴുണ്ടാകുന്ന മഹാപുരുഷനാകുന്ന വിരാട് സ്വരൂപമായ ഭഗവാന്റെ ആദ്യ അവതാരം, ഇവയെല്ലാം അടങ്ങിയ ലീലയ്ക്ക് സർഗം എന്ന് പറയുന്നു. അതിനുശേഷമുള്ള ബ്രഹ്മാദികളായ ഉൽപ്പത്തി ലീലയ്ക്ക് വിസർഗം എന്ന് പറയുന്നു. ഈ ലീലയെ വിസ്തരിച്ച് പറയണമെന്നാണ് വിതുരര് ആവശ്യപ്പെട്ടത്. എത്ര പുത്രൈശ പൗത്രൈശ നത്രബീ സഹഗോത്രജേഹി പ്രജാവിചിത്രാകൃതയ ആസന്യാഭിരിതം തതും. ഈശ്വരന്റെ ഏതൊരു വിഭൂതികളിൽ നിന്ന് പുത്രന്മാർ, പൗത്രന്മാർ, അവരുടെ പുത്രന്മാർ, വംശത്തിൽ ജനിച്ചവർ, ഇങ്ങനെ നാനാവിധങ്ങളിലുള്ള ആകൃതിയോടുകൂടിയ പ്രജകൾ എങ്ങനെ ഉണ്ടായി? അവരാൽ വ്യാപിക്കപ്പെട്ട ലോകം പൂർണ്ണമായി. പ്രജാപതീനാം സപതിശ്ചക്ലുഭേകാൻ പ്രജാപതീൻ സർഗം ചൈവാനുസർഗാംശ മനുന്മന്വന്തരാധിപാൻ ഏതേഷാമപി വംശാംശ വംശാനുചരിതാനി ച. മരീചി മുതലായ പ്രജാപതികളുടെയും പ്രജാപതിയായ ബ്രഹ്മദേവൻ ഏതേത് പ്രജാപതികളെ നിശ്ചയിച്ചു, അവർ ചെയ്തതായ 9 വിധമായ പ്രാകൃത സർഗങ്ങളെയും അവയിൽ നിന്നുണ്ടായ അനുസർഗങ്ങളെയും സ്വയംഭുവൻ മുതലായ മനുക്കളെയും മന്വന്തരനാഥന്മാരെയും കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തരണം. ഉപര്യതശ്ചയേ ലോകാഭൂമിർ മിത്രാത്മജാ സതി തേഷാം സംസ്ഥാം പ്രമാണം ജ ഭൂർലോകസ്യ ജ വർണ്ണയ തിര്യഗ്മാനുഷദേവാനാം സരീസൃവവദത്രിണാം വദ നഹ സർഗസംയൂഹം ഗാർഭസ്യേതദ്ദിജോൽബിതാം. ഹേ മിത്രാത്മജ, ഇവരുടെ വംശങ്ങളെയും ആ വംശങ്ങളിൽ ജനിച്ചവരുടെ ചരിത്രങ്ങളെയും ഭൂമിയുടെ മുകൾ ഭാഗത്തും കീഴ്ഭാഗത്തും കിടക്കുന്ന ലോകങ്ങളെപ്പറ്റിയും അവയുടെ വലിപ്പം, സ്ഥിതിവിശേഷം, ഭൂലോകത്തിൻ്റെ വിസ്താരം എന്നിവയെപ്പറ്റിയും വർണ്ണിച്ചാലും തിര്യക്കുകൾ, മനുഷ്യർ, ദേവന്മാർ ഇവരുടെയും ഇഴജാതികൾ, പക്ഷികൾ ഇവയുടെയും ഗർഭത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും മുട്ടകളിൽ നിന്നും ജനിക്കുന്ന സൃഷ്ടിവർഗത്തെയും ഞങ്ങളോട് വിസ്തരിച്ചാലും ഗുണാവതാരേർ വിശ്വസ്യ സർഗസ്ഥിത്യപ്യാശ്രയം സൃജത ശ്രീനിവാസസ്യ രാജശൂതാര വിക്രമം. ഗുണങ്ങളോടുകൂടിയ അവതാരങ്ങളാൽ ലോകത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ സർവാർത്ഥ സാധകമായിരിക്കുന്ന മഹാപരാക്രമത്തെയും വ്യാഖ്യാനിച്ച് പറഞ്ഞാലും വർണ്ണാശ്രമ വിഭാഗാംശാരൂപശീലസ്വഭാവത ഋഷീണാം ജന്മകർമാദി വേദസ്യ ച വികർഷണം യജ്ഞസ്യ ച വിധാനാനി യോഗസ്യ ച പദപ്രഭോ നൈഷ്കർമ്മ്യസ്യ ച സാംഖ്യസ്യ തന്ത്രം വാ ഭഗവത് സ്മൃതം പാകണ്ഡപദവൈഷമ്യം പ്രതിലോമനിവേശനം ജീവസ്യ ഗതയോ യാശ്ച യാവതീർഗുണകർമ്മജ. വർണ്ണാശ്രമ വിഭാഗങ്ങൾ, ഓരോ വർണ്ണത്തിലും ഇരിക്കുന്നവരുടെ രൂപങ്ങൾ, ശീലങ്ങൾ, ആചാരങ്ങൾ, ഋഷിമാരുടെ ജനനം, കർമ്മവ്യാപാരം, വേദത്തിൻ്റെ വിഭാഗങ്ങൾ, യജ്ഞങ്ങൾ നടത്തേണ്ട ക്രമം,
മാർഗങ്ങൾ, ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങളുടെ സ്വഭാവം, സാംഖ്യയോഗ സമ്പ്രദായം, ഭഗവത് ഭക്തിയുടെ സ്വരൂപം, നിരീശ്വരവാദികളുടെ പാഖണ്ഡമതം കൊണ്ടുള്ള ദോഷങ്ങൾ, ചണ്ടാല ജാതിക്കാരുടെ ഉൽപ്പത്തി, അവർ ഏത് വർണ്ണവിഭാഗത്തിൽപ്പെടും, ഗുണങ്ങളും കർമ്മങ്ങളും കൊണ്ട് ജീവികൾക്കുണ്ടാകുന്ന സ്വർഗ നരകാദി പ്രാപ്തികൾ എന്നിവയും വർണ്ണിച്ചു തരണം. ധർമാർത്ഥകാമമോക്ഷാണ നിമിത്താന്യ വിരോധത വാർത്തായ ദണ്ഡനീദേശ ശ്രുതസ്യ ച വിധിം പൃഥക് ഷാദസ്യ ച വിധിം ബ്രഹ്മൻ പിതॄണാം സ്വർഗമേവ ച ഗ്രഹനക്ഷത്രധാരാണാം കാലാവയവ സംസ്ഥിതിം. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, കൃഷി തുടങ്ങിയ വ്യാപാരങ്ങൾ നടത്തുന്നതിനുള്ള മര്യാദകൾ, ദണ്ഡനീതി നിയമങ്ങൾ, വേദോക്ത കർമ്മങ്ങൾ, ശ്രാദ്ധവിധികൾ, അര്യമാ തുടങ്ങിയ പൊതുദേവതമാരുടെ ഉൽപ്പത്തി, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന കാലവിഭാവങ്ങളുടെ സ്വഭാവം എന്നിവയും വർണ്ണിക്കണം. ദാനസ്യ തപസോ വാപി യജ്ഞേഷ്ടാപൂർത്തയോ ബലം പ്രവാസസ്യോ ധർമ്മോ യശ്ച പുംസാ ഉദാപതി. ദാനക്രമം, തമസ്സനുഷ്ഠിക്കേണ്ട സമ്പ്രദായം, കിണർ, കുളം തുടങ്ങിയവ നിർമ്മിക്കുന്നതിൻ്റെ ഫലം, യാഗാദികൾ പൂർത്തിയാക്കേണ്ട വിധം, സ്വദേശം വിട്ട് അന്യദേശത്ത് സഞ്ചരിക്കുന്നവൻ പാലിക്കേണ്ട ക്രമം എന്നിവയും പറഞ്ഞു തരണം. ഏനവാ ഭഗവാൻ തുഷ്യേ ധർമ്മയോ നിർജനാർദ്ദന സംപ്രസീദതി വായേഷാം ഹേതദാഖ്യാഹി ജാനക. ഹേ അനക, ധർമ്മത്തിൻ്റെ സ്വരൂപമായ ശ്രീഹരി ഏതു വിധത്തിൽ പ്രസാദിക്കും, ആരുടെ നേരെ പ്രസാദിക്കും എന്നീ സംഗതികളൊക്കെ ഹേ ഭഗവാൻ അങ്ങ് വിശദമായി ആഖ്യാനം ചെയ്യണം. അനുപ്രധാനാം ശിഷ്യാണാം പുത്രാണാം ജതിജോത്തമ അനാപൃഷ്ടമഭി ബ്രൂയോർ ഗുരവോ ദീനവത്സലാഹ. ഹേ ദ്വിജോത്തമ, തങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്കും പുത്രന്മാർക്കും അജ്ഞാനം നീങ്ങുവാൻ ആവശ്യമുള്ള ഉപദേശങ്ങൾ ദീനവത്സലന്മാരായ ഗുരുക്കന്മാർ അവർ ചോദിക്കാതെ തന്നെ നൽകും. അതുപോലെ ഞാൻ ചോദിക്കാത്ത സംഗതികൾ കൂടി പറഞ്ഞു തരണം എന്ന് സാരം. തത്വാനാം ഭഗവൻ സ്തേഷാം കഥിത പ്രതിസംക്രമ തത്രേമം കൗപാസീരൻ കവോസിതനുശേരതി. എല്ലാം അറിയുന്ന ഹേ ഭഗവൻ, ഭൂമി മുതലായ തത്വങ്ങളുടെ ലയം എങ്ങനെയെല്ലാമാണ്, അതിൽ ഏതെല്ലാം ഭഗവാനിൽ ലയിക്കും, ഏത് തത്വങ്ങൾ യോഗനിദ്ര ചെയ്യുന്ന ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കും. പുരുഷസ്യ സംസ്ഥാനം സ്വരൂപം വാ പരസ്യ ജ്ഞാനം ജ നൈഗമം യത് ഗുരുശിഷ്യ പ്രയോജനം. ജീവന്റെ തത്വത്തെയും ഈശ്വരന്റെ സ്വരൂപത്തെയും ഗുരുശിഷ്യ സമ്പ്രദായത്തെയും നിലനിർത്തുന്നതിനും മഹിമയെ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വേദോക്തമായ ജ്ഞാനത്തെയും നിദ്രവഴി ഉപദേശിക്കണം. നിമിത്താനി ജതസ്യേഹ പ്രോക്താന്യനകസൂരിഭി സ്വതോ ജ്ഞാനം കുതപുംസാം ഭക്തിർവൈരാഗ്യമേവ. ഹേ പാപങ്ങളില്ലാത്ത അനക, വേദത്തിൽ നിന്നും സിദ്ധിക്കേണ്ട അറിവിന് വിദ്വാൻമാർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളെയും ജനങ്ങൾക്ക് പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനവും ഭക്തിയും വിഷയവിരക്തിയും എങ്ങനെ ഉണ്ടാകും എന്നതിനെ പറ്റിയും പറഞ്ഞു തരണം. ഏതാൻമേ പൃച്ഛത പ്രശ്നാൻ ഹരേ കർമ്മ വിവിത്സയ ബ്രൂഹിമേ യജ്ഞസ്യ മിത്രത്വാത് അജയാ നഷ്ടചക്ഷുഷ. ശ്രീ മഹാവിഷ്ണുവിൻ്റെ സൃഷ്ടിയാദി കർമ്മങ്ങളെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങയോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മായയുടെ ശക്തി നിമിത്തം എനിക്ക് അജ്ഞാനം ബാധിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ ഹിതകാരിയായിരിക്കുന്നതിനാൽ പരമാർത്ഥ സംഗതികൾ എനിക്ക് പറഞ്ഞു തന്നാലും. സർവേ വേദാശ്ച യജ്ഞാശ്ച തപോദാനാനി ജാനക ജീവാഭയപ്രധാനസ്യ നകുർവീരൻ കലാമവി. ഹേ അനക, സകല വേദങ്ങളും യാഗങ്ങളും തപസ്സുകളും ദാനങ്ങളും ചെയ്താലും ഉണ്ടാകുന്ന ഫലം തത്വോപദേശം കൊണ്ട് ജീവികളുടെ സംസാരഭയത്തെ തീർക്കുന്നതുകൊണ്ട് ലഭിക്കുന്ന ഫലത്തിൻ്റെ 14 പോലും ആകുന്നില്ല എന്ന് സജ്ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു. അതിനാൽ തത്വങ്ങളെ ഉപദേശിച്ച് എൻ്റെ സംസാരഭയം തീർത്തു തരണം. ശ്രീ ശുക ഉവാച സയിത്തമാപൃഷ്ടപുരാണകൽപ ഗുരുപ്രധാനേന മുനിപ്രധാന പ്രവൃദ്ധോ ഭഗവൽ കഥായാം സംജ്യോതിതസ്തം പ്രഹസന്നിവാഹ. ശ്രീ ശുഗബ്രഹ്മർഷി പറഞ്ഞു, ഗുരുക്കളിൽ പ്രധാനിയായ വിതുരർ ഇപ്രകാരം പുരാണത്തിൽ നിന്ന് അറിയേണ്ട സകലതും വേണ്ട വിധം അറിഞ്ഞിരിക്കുന്ന മൈത്രേയരോട് ചോദിച്ചപ്പോൾ മൈത്രേയൻ ആ ചോദ്യങ്ങൾ കേട്ട് അവയെല്ലാം ഭഗവത് കഥ പറയുന്നതിന് അവസരം ലഭിക്കുന്നതായതുകൊണ്ട് വളരെ സന്തോഷിച്ചു. ആ മുനിശ്രേഷ്ഠൻ മന്ദഹാസം കൊണ്ട് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയ സ്കന്ധേ സപ്തമോധ്യായ. 3-ാം സ്കന്ധം 7-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. ഇനി മൈത്രേയരുടെ മറുപടിയാണ് അടുത്ത അധ്യായത്തിൽ.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.